അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതിനു മുൻപ് ചെയ്തിട്ടുള്ളതായ വീഡിയോകളിലൊക്കെ രക്തത്തിൽ അരിയിക്കുന്നതായ വശ്യം, അസ്ഥിക്ക് പിടിക്കുന്ന വശ്യം, ഇങ്ങനെ പലതായ വശ്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഇവിടുത്തെ പുതിയ വീഡിയോയിൽ ഹൃദയത്തിൽ ചേർക്കുന്ന വശ്യം, അതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് സ്നേഹമുണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നാണ്. ഒരു സ്നേഹം നമുക്കുണ്ടായി ആ സ്നേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അലട്ടപ്പെടുന്നതും നമ്മുടെ മനസ്സാണ്. അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്, ആ നഷ്ടത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ ചേർത്തുകൊണ്ടുള്ള വശ്യം അത് സ്നേഹിച്ചിരിക്കുമ്പോഴാണ് ഏറ്റവും പ്രയോജനപ്പെടുക. ഒരു സ്നേഹബന്ധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ചേർക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അത് നഷ്ടപ്പെടുന്നതിന് മുൻപായിട്ട് നല്ല പ്രണയ ബന്ധങ്ങളിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ഹൃദയത്തിൽ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുക. അങ്ങനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ടുള്ളതായ വശ്യങ്ങൾ, അത് വിവാഹം കഴിക്കാനുള്ള പ്രണയമാണെങ്കിൽ അത് വിവാഹത്തിൽ എത്തിച്ചേരും. അല്ല, ഒരു സൗഹൃദമായിട്ട് നമ്മുടെ ജീവിതായുഷ്കാലം മുഴുവൻ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അപ്രകാരവും നടക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും. ഇത് നിങ്ങൾക്ക് സ്വയമേ ചെയ്യാൻ യാതൊരു വിധത്തിലും കഴിയില്ല എന്നുള്ളതും കൂടി ഒരു സത്യമായിട്ട് ഞാൻ പറയട്ടെ. കാരണം മുൻ വീഡിയോകളിലൊക്കെ അവനവന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളും അതിൻ്റെ സാധനങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ സഹായം അത്രമേൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കുക. വെറുതെ എന്നെ വിളിക്കേണ്ട കാര്യമില്ല. എൻ്റെ സഹായം കിട്ടിയേ തീരൂ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം ദയവായി വിളിക്കുക. വെറുതെ വിവരം അറിയാനായിട്ടും സമയം അറിയാനായിട്ടും നേരെ അറിയാനായിട്ടും കണക്ക് നോക്കാനായിട്ടും ഒന്നായിട്ട് ആരും വിളിക്കാതിരിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് അത് ഷെയർ ചെയ്യുക. അത്രമേൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പർ എന്നെ വിളിക്കുകയും ചെയ്യാം. നന്ദി, നമസ്കാരം.